നെസ്ലെ കിറ്റ്കാറ്റ് ലെമണി ലൈം നമുക്കിന്ന് ട്രൈ ചെയ്താലോ. ചോക്ലേറ്റിൽ ഒരു വെറൈറ്റി ഫ്ലേവറാണല്ലേ ലെമണി ലൈം. ഞാൻ അങ്ങനെ നാരങ്ങയും ചോക്ലേറ്റും ആ ഒരു ഫ്ലേവർ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിവേ, ഈ പാക്കറ്റിൻ്റെ രണ്ട് സൈഡിലും ഹാവ് എ ബ്രേക്ക് ഹാവ് എ കിറ്റ്കാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 30 രൂപയാണ്. ക്വാണ്ടിറ്റി വന്നിട്ട് 28.5 ഗ്രാം ആണ്. ബാക്കിലായിട്ട് ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും നൽകിയിട്ടുണ്ട്. അതും ആവശ്യമുള്ളവർക്ക് ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. പുറമേയുള്ള റാപ്പർ പൊട്ടിക്കുമ്പോൾ ഉള്ളിലായിട്ട് ഒരു സിൽവർ ഫോയിൽ പേപ്പർ പോലെ തോന്നിക്കുന്ന ഒരു കവറിങ് ആണ്. പക്ഷേ അത് സാധാ പേപ്പറാണ് കേട്ടോ. ജസ്റ്റ് അതിനൊരു സിൽവർ കവർ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ കിറ്റ്കാറ്റിൻ്റെ എല്ലാ കവറിങ് അങ്ങനെ തന്നെയാണ്. കണ്ടോ, ഉള്ളിലായിട്ട് സാധാ ഒരു പേപ്പറാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ നമ്മൾ ചോക്ലേറ്റ്, നോർമൽ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു കോട്ടിംഗ് ആണ്. അതേസമയം ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പഴയ സൺലൈറ്റ് ഉണ്ടല്ലോ, യെല്ലോ കളറിലെ സൺലൈറ്റ് ബാറ്, അതിൻ്റെ ഒരു ലുക്കാണ് എനിക്ക് തോന്നിയത്. ആ കറക്റ്റ് ആ ഒരു യെല്ലോ ആണ്, അതുപോലെ തന്നെ സൺലൈറ്റിൻ്റെ മണവുമാണ് കേട്ടോ. ആ ഒരു ലൈമിൻ്റെ മണം എനിക്ക് ശരിക്കും ഒരു തുണി കഴുകുന്ന സോപ്പൊക്കെ ഇല്ലേ, അതിൻ്റെ മണമാണ് വന്നത്. അതായത് സൺലൈറ്റിൻ്റെ മണമാണ് വന്നത്. ആ കളറും മണവും കൂടെ ആയപ്പോൾ എനിക്ക് ശരിക്കും കഴിക്കാൻ തോന്നിയില്ല. എന്തായാലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ചോക്ലേറ്റിൻ്റെ നിറമാണ്. വൈറ്റ് ചോക്ലേറ്റ്, സ്ട്രോബെറി, അതുപോലെ തന്നെ ഈ ഒരു കളറൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ലൈമും ആദ്യമായിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. 3 ഫിംഗേഴ്സാണുള്ളത്. 3 ഫിംഗേഴ്സിലും കിറ്റ്കാറ്റ് എന്ന് ഇംപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഒരു ഫിംഗർ ബ്രേക്ക് ചെയ്തു. കണ്ടോ, മൾട്ടി കളറാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. കഴിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മനസ്സുകൊണ്ട് സോപ്പ് തിന്നുന്നൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ ടേസ്റ്റ് എന്താണ്, ഒരു ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റൊന്നുമല്ല. ഒരു ലൈമിൻ്റെ ടേസ്റ്റുണ്ട്, പക്ഷേ അത് ഭയങ്കര ഷാർപ്പാണ്. അതായത് നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ലൈറ്റ് ഫ്ലേവറല്ല, കുറച്ച് ഷാർപ്പായിട്ടുള്ള ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ എനിക്കെന്തോ ഒരു മനസ്സിൻ്റെ ഇതാവാം, ആ ഒരു മണവും കളറും ആ ഒരു ടേസ്റ്റും എല്ലാം ഒരുപാട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല ടെക്സ്ചറാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ടെക്സ്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വാങ്ങി കഴിച്ച് നോക്കുക. ലൈമിൻ അല്ലെങ്കിൽ ലെമണിൻ്റെ ക്രീം ബൗൺസിൻ്റെ ക്രീമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ലെമൺ ഫ്ലേവർ ബൗൺസൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ക്രീമൊക്കെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണവും ടേസ്റ്റുമാണ്. ഇത് കുറച്ച് ഇൻറ്റൻസാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് സോപ്പ്, പ്രില്ലിലൊക്കെയാണ് ഈ ഒരു മണം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോപ്പിലാണ് ഈ ഒരു കളറും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാവാം നമുക്ക് അങ്ങനെ ഒരു തോട്ട് പോകുന്നത് കഴിക്കുമ്പോഴൊക്കെ. അല്ലാതെ ഇപ്പോൾ പുതിയ കുഞ്ഞു കുട്ടികൾ ഈ സോപ്പിൻ്റെ മണം അറിയാത്തവർക്കൊന്നും ഇത് തോന്നത്തില്ല. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.